ജിസ്മ ഫൈസ് എന്ന എഴുത്തുകാരിയുടെ പുതിയ പുസ്തകം ഇറങ്ങിയിരിക്കുന്നു. ആമുഖം ഇങ്ങനെയാണ്: ഈ നോവൽ എഴുതുമ്പോഴും എഴുതി തീർത്തപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിയത് കഴിഞ്ഞ വർഷങ്ങളിൽ ദേശീയ ക്രൈം ബ്യൂറോ പുറത്തുവിട്ട ആത്മഹത്യാ നിരക്കിനെ സംബന്ധിച്ച വാർത്തകളായിരുന്നു. ജീവിത നിലവാരം കൊണ്ടും അടിസ്ഥാന സാക്ഷരതയുടെ പൂർത്തീകരണം കൊണ്ടും സാങ്കേതിക വിദ്യയുടെയും സൂക്ഷ്മമായ ഉപയോഗത്താലും ശ്രേഷ്ഠരെന്ന് എക്കാലവും വിലയിരുത്തപ്പെടുന്ന മലയാളികൾ എന്ന നമ്മളാണ് ആത്മഹത്യയുടെ കാര്യത്തിൽ എണ്ണത്തിൽ മുന്നിലുള്ളത്. പുതിയ പ്രതീക്ഷകൾ നാമ്പിടുന്ന, ജീവിതത്തിൻ്റെ മനോഹരമായ പാതയിലൂടെ യാത്ര തുടരേണ്ട, ചിന്തകളും ചലനങ്ങളും ഒരേ വേഗത്തിൽ പ്രവർത്തിക്കേണ്ട 25-നും 35-നും ഇടയിലുള്ള യുവാക്കളാണ് ആത്മഹത്യ എന്ന ആശ്രയത്തിൽ ജീവിതത്തിന് വിരാമമിടുന്നത്. ജീവിതത്തെ അടുക്കി വയ്ക്കുമ്പോൾ അവൻ മരണത്തെ ആഗ്രഹിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിതത്തെക്കുറിച്ച് പറയാൻ യോഗ്യനാണോ? അങ്ങനെയാണെങ്കിൽ അത് പറയാൻ ആരാണ് യോഗ്യൻ? ശരിതെറ്റുകളുടെ തുലാസാണ് ജീവിതം. ആ തുലാസിൽ ശരികൾ മാത്രം അടുക്കിയവർ ആരും തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചിട്ടില്ല. തെറ്റുകളെ മറയ്ക്കുവാൻ പൂശുന്ന ചായമാണ് ശരികൾ. ആ ചായമൊന്ന് മങ്ങിയാൽ ഭംഗി കുറഞ്ഞു പോകുന്ന ഒന്നിൻ്റെ പേര് മാത്രമാണ് ജീവിതം. ചിന്തിച്ചാൽ ഈ ലോകത്തിലുള്ളവരെല്ലാം മരിച്ചവരാണ്. മരിച്ചവർക്ക് മാത്രമേ ജീവിതത്തെക്കുറിച്ച് പറയാനാവുകയുള്ളൂ. ഒരു പക്ഷേ ഈ പ്രസ്താവനയെ പൊളിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് വാദിച്ചാൽ നിങ്ങൾ പറയുന്നതെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ജീവിച്ചു തീർക്കാതെ നിങ്ങൾ എങ്ങനെ ജീവിതത്തെക്കുറിച്ച് പറയും? ജീവിതകഥകളെ മാറ്റിയെഴുതാൻ മനുഷ്യർക്കാകുമോ? വരാനിരിക്കുന്ന തൊട്ടടുത്ത ആ ഒരു നിമിഷത്തെ പോലും മുൻകൂട്ടി അറിയാൻ കഴിയുമോ? ഇല്ല. പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതിന് ജീവിച്ചിരിക്കെ മരിച്ചവന് മാത്രമേ ജീവിതത്തെക്കുറിച്ച് പറയാൻ അർഹതയുള്ളൂ. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥകളിലൂടെ ഈ നിമിഷം അതുമാത്രമാണ് സത്യം. തൊട്ടടുത്ത നിമിഷം അതിന് ഞാൻ ഉണ്ടാകുമെന്ന് ഒരുറപ്പും പറയാൻ കഴിയാത്തത്ര നിസ്സാരമാണ് കേവല മനുഷ്യർ. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയോളം സങ്കീർണത നിറഞ്ഞ ഞാനടക്കമുള്ള മാനവരാശിക്ക് ജീവിക്കുന്ന നിമിഷത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനാകൂ, സംസാരിക്കാനാവൂ. അതിനപ്പുറത്തേക്ക് പറയുന്നതും ചെയ്യുന്നതും എല്ലാം പ്രതീക്ഷകൾ മാത്രമാണ്. ഒരൊപ്പം നൽകാനാകാത്ത പ്രതീക്ഷകൾ. അതിനിടയ്ക്ക് എത്രയോ മരണങ്ങൾ. യഥാർത്ഥ മരണത്തിന് തൊട്ടു മുമ്പ് വരെ ജീവിച്ചിരിക്കെ തന്നെ എത്രയോ തവണ മനുഷ്യർ മരണപ്പെടുന്നു. വാക്കുകളാൽ, നോട്ടങ്ങളാൽ, കണ്ണുനീരാൽ കൊല ചെയ്യപ്പെടുന്നു. ഹൃദയം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. വ്യക്തിഹത്യകൾ, ദയാവധങ്ങൾ, അങ്ങനെ ശ്വസിക്കുന്ന ഹൃദയമിടിപ്പുള്ള ഓരോ മനുഷ്യനും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരിച്ചവനാണ്. അതെ, നാം ഓരോരുത്തരും ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യരാണ്.